വെൽക്കം ടു പാരാമെഡിക്കൽ സ്റ്റഡി. ഇന്ന് നമ്മൾ പഠിക്കുന്ന അനാട്ടമിയുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയാണ് കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷനാണ്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയാണ് ഇന്ന് പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി. അതായത് ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള അറിവുണ്ടാകണമെങ്കിൽ, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിനെ പറ്റിയും അതിൻ്റെ ഫങ്ഷനെ പറ്റിയും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആദ്യം എന്തറിഞ്ഞിരിക്കണം? ടു നോ ദ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി. എങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടായി, തുടക്കം മുതൽ എങ്ങനെയാണ്, അതിൻ്റെ ബിഗിനിങ് പോയിൻ്റ് എന്താണ്, അത് മുതൽ പഠിക്കണം അല്ലേ. അപ്പം ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡിയെ പറ്റി, ഹ്യൂമൻ ബോഡിയുടെ ഓർഗനൈസേഷനെ പറ്റി നമുക്ക് പഠിക്കണം. ഓക്കെ, അതിന് കുറച്ച് ലെവലുകളുണ്ട്. ദ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കെമിക്കൽ ലെവലാണ്. സെക്കൻഡ് ലെവൽ ഈ സെല്ലുലാർ ലെവൽ, ആൻഡ് ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, സിസ്റ്റം ലെവൽ, അങ്ങനെയാണ്. ഓരോ ലെവൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ലെവലാണ്. സെക്കൻഡ് ഈസ് സെല്ലുലാർ ലെവൽ, ദെൻ തേർഡ് ഈസ് ടിഷ്യൂ ലെവൽ, ഫോർത്ത് ഈസ് ഓർഗൻ ലെവൽ, ആൻഡ് ദെൻ സിസ്റ്റം ലെവൽ. അപ്പോൾ ഓരോ ലെവലും നമുക്ക് വിശദമായിട്ട് നോക്കാം. ലെവൽ 1 എന്ന് പറയുന്നത് കെമിക്കൽ ലെവലാണ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആൻ ആറ്റം. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ്. ആറ്റം എന്ന് പറയുന്നത് എവ്രിവെയർ കാണപ്പെടുന്നതാണ് അല്ലേ, ആറ്റം. അപ്പം 2 or more ആറ്റം ജോയിൻ ടുഗെദർ ആസ് കോൾഡ് ആസ് എ മോളിക്യൂൾ അല്ലേ. എന്താ പറയുന്നത്? ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ആറ്റം കൂടി ചേർന്ന് എന്താകും? മോളിക്യൂൾസ് ആകും. അപ്പം കെമിക്കൽ ലെവല്, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കെമിക്കൽ ലെവലാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റമാണ് അല്ലേ. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആൻ ആറ്റം. 2 or more ആറ്റം ജോയിൻ ടുഗെദർ ആസ് കോൾഡ് ആസ് മോളിക്യൂൾസ്. രണ്ടോ അതിലധികമോ ആറ്റം കൂടി ചേർന്ന് എന്താകും? മോളിക്യൂൾസ് ആകും. ഇനിയും ഈ മോളിക്യൂൾസ്, ഇപ്പം മോളിക്യൂൾസ് മേ ബി കൺസിസ്റ്റ് ഓഫ് 2 ആറ്റം ഓഫ് ദ സെയിം എലിമെൻറ്റ് ഓർ മെനി ആറ്റം ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്. അതായത് ഇപ്പം സെയിം എലിമെൻറ്റ്സ് കൂടി ചേർന്ന് മോളിക്യൂൾസ് ആകും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് കൂടി ചേർന്നും എന്താകും? മോളിക്യൂൾസ് ആകും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ലെവലാണ്. കെമിക്കൽ ലെവലിൽ വരുന്നത് എന്താണ്? ആറ്റം, ഒരു സ്മോളസ്റ്റ് കണികയിൽ യൂണിറ്റിൽ നിന്നാണ് നമ്മുടെ മനുഷ്യ ശരീരം ഫോം ആകുന്നത്. ആറ്റം കൂടി ചേർന്ന് എന്താകും? മോളിക്യൂൾസ് ആകും അല്ലേ. ആറ്റം കൂടി ചേർന്ന മോളിക്യൂൾസ് ആകും. ഇത് കെമിക്കൽ ലെവലാണ്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കെമിക്കൽ ലെവലാണ്. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലാണ് സെക്കൻഡ് ലെവൽ. അതായത് ഈ മോളിക്യൂൾസ് കമ്പൈൻ ടു ഫോം സെൽസ്. എന്താകും? മോളിക്യൂൾസ് കൂടി ചേർന്ന് എന്താകും? സെല്ലാകും. സെല്ല് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് അവർ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് അവർ ബോഡി. അപ്പം സെൽ എങ്ങനെയാണ് ഉണ്ടായത്? മോളിക്യൂൾസ് കമ്പൈൻ ടു ഫോം സെൽസ് അല്ലേ. മോളിക്യൂൾസ് കൂടി ചേർന്ന് എന്തായി? സെൽസായി. സെൽ എന്താണ്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഇപ്പോൾ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഹ്യൂമൻ സെല്ലിൻ്റെ സ്ട്രക്ചറാണ്. ഇതെന്താണ്? ഈ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെല്ലിനെ പറ്റി നമുക്ക് വീണ്ടും ഒരുപാട് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കും. അപ്പം വാച്ച്മേറ്റ് ചാനൽ ഓരോ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തു പോകും. അപ്പം സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലാർ ലെവലാണ്. സെല്ലുലാർ ലെവലിൽ സെല്ലിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചേക്കുന്നത്. സെല്ലിനുള്ളിൽ സ്മോൾ ഓർഗനൽസ് ഉണ്ട്. അതിനും എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. ചെറിയ സ്മോൾ ഓർഗൻസിനും എന്തുണ്ട്? ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലാണ്. മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് എന്തായി? സെൽസായി. സെല്ല് തന്നെയാണ് സെല്ലാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ടിഷ്യൂ ലെവലാണ്.
ഇനി ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് വർക്ക്സ് ടുഗദർ ടു പെർഫോം ടു എ പർട്ടിക്കുലർ ഫങ്ഷൻസ് ആർ കോൾഡ് ആസ് ടിഷ്യൂ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്ത് ചെയ്തു, വർക്ക് ടുഗെദർ, ഒന്നിച്ച് പെർഫോം ചെയ്യാൻ തുടങ്ങിയല്ലേ, അതിനെന്തുണ്ട്, ഒരു പർട്ടിക്കുലർ ഫങ്ഷനുണ്ട്. ഒരു കൂട്ടം സെല്ലുകൾ കൂടിച്ചേർന്ന് എന്തായി, ടിഷ്യൂ ആയി. ആ ടിഷ്യൂവിന് എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ ഫങ്ഷനുണ്ട്. ഇനി ഈ ടിഷ്യൂ തന്നെ എത്രയുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അപ്പം 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. അപ്പം 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. 3rd ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂ ലെവലാണ്. ഫസ്റ്റ് ലെവൽ കെമിക്കൽ ലെവൽ, സെക്കൻഡ് ലെവൽ ഈസ് സെല്ലുലാർ ലെവൽ, ദെൻ ടിഷ്യൂ ലെവൽ, 3rd ലെവൽ എന്ന് പറയുന്നത് ടിഷ്യൂ ലെവലാണ്. നെക്സ്റ്റ് ഓർഗൻ ലെവലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗൻ ലെവലാണ്. ലെവൽ 4 ഈസ് ഓർഗൻ ലെവൽ. ടിഷ്യൂ കൂടിച്ചേർന്ന് എന്തായി, ഓർഗനാകും. ടിഷ്യൂ കൂടിച്ചേർന്ന് ഓർഗനാകും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ ജോയിൻഡ് ടുഗദർ ടു ഫോം ആൻ ഓർഗൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉള്ള ടിഷ്യൂ കൂടി ചേർന്ന് എന്തായി, ഓർഗനായി. ആൻഡ് ഈച്ച് ഓർഗൻ ഹാസ് സ്പെസിഫിക് ഫങ്ഷൻ. ഓരോ ഓർഗൻസിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷനുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടിഷ്യൂ കൂടി ചേർന്ന് എന്തായി, ഓർഗൻ ഫോം ചെയ്തു. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ജോയിൻ ടുഗദർ ടു ഫോം ആൻ ഓർഗൻ അല്ലേ. ലെവൽ 4 എന്ന് പറയുന്നത് എന്താണ്, ഓർഗൻ ലെവലാണ്. ഓർഗൻ ലെവലിൽ ഓർഗൻ എങ്ങനെയായി, ടിഷ്യൂ കൂടി ചേർന്ന്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ കൂടി ചേർന്ന് എന്തായി, ഓർഗനായി അല്ലേ. അപ്പം ഓർഗൻ എന്തുകൊണ്ട്, ഈ ഓരോ ഓർഗൻസിനും ഈച്ച് ഓർഗൻ ഹാസ് സ്പെസിഫിക് ഫങ്ഷൻ. ഓരോ ഓർഗൻസിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷനുണ്ട്. ഇപ്പം ഞാൻ സൈഡിൽ കാണിച്ചിരിക്കുന്നു ഓർഗൻ്റെ സ്ട്രക്ചേഴ്സ് കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ലങ്സ് എടുത്താൽ ലങ്സിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ കൂടി ചേർന്ന് എന്തായി, ലങ്സ് ഉണ്ടായി. ആ ലങ്സിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫങ്ഷനുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ ഓർഗൻസിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷനുണ്ട്. ഇനി ലെവൽ 5 എന്ന് പറയുന്നത് സിസ്റ്റം ലെവലാണ്. ഈ ഓർഗൻ കൂടി ചേർന്ന് എന്തായി, സിസ്റ്റം ഉണ്ടായി അല്ലേ, ഒരു സിസ്റ്റം ലെവലായി. അതായത് എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ റിലേറ്റഡ് ഓർഗൻ വിത്ത് എ കോമൺ ഫങ്ഷൻ. അപ്പോൾ ഒരു സിസ്റ്റം മറ്റുള്ളൊരു സിസ്റ്റമായിട്ട് എന്താണ്, റിലേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ലങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലങ്സ് എന്താണ്, റെസ്പിറേഷൻ എന്ന പ്രോസസ്സാണ് നടക്കുന്നത് അവിടെ അല്ലേ. അപ്പോൾ റെസ്പിറേഷൻ എന്ന പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ മെറ്റബോളിസം നടക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ മൂലം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും അല്ലേ. ആ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്ന് ലങ്സിലെത്തി, ബ്ലഡ് വെസൽസ് വഴി ലങ്സിലെത്തി. ലങ്സിൽ നിന്ന് അതെങ്ങോട്ട് പോകും, നമ്മൾ ലങ്സിൽ നിന്ന് അതിനെ റെസ്പിറേഷൻ വഴി പുറത്ത് കളയും അല്ലേ. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ആ ഒരു പ്രോസസ്സ് വഴി എന്ത് ചെയ്യും, നമ്മൾ റെസ്പിറേഷൻ നടക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിയിട്ട് ഓക്സിജനെ നമ്മൾ സ്വീകരിക്കും. ഇനി ഈ ഓക്സിജൻ ലങ്സിൽ നിന്ന് ബ്ലഡ് വെസൽസിൽ എൻ്റർ ചെയ്ത് ആ ബ്ലഡ് വെസൽസ് എവിടെ എത്തിക്കും, അത് ഹാർട്ടിലെത്തിക്കും അല്ലേ. ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഓക്സിജനേറ്റഡ്, ആ ലങ്സിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുവന്ന ആ ഒരു ബ്ലഡിൽ എന്തുകൊണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ഓൾ ഓവർ ദ ബോഡിയിലേക്ക്, ഓൾ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പമ്പ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് എന്തുള്ളത്, ഹാർട്ടിനുള്ളത്. അപ്പം ഓരോ ഓർഗൻസും എന്താണ്, റിലേറ്റഡ് ആണ് അല്ലേ. ഓരോ ഓർഗൻസും റിലേറ്റഡ് ആണ്. സിസ്റ്റം ലെവലാണ് 5th ലെവൽ എന്ന് പറയുന്നത്, സിസ്റ്റം ലെവലാണ്. നെക്സ്റ്റ് ഈസ് എന്താ പറയുന്നത്, ഓർഗാനിസം ലെവലാണ്. അപ്പം ഓരോ സ്റ്റേജസ് ഓഫ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലെവൽ കെമിക്കൽ ലെവലുണ്ട്, സെല്ലുലാർ ലെവലുണ്ട്, ടിഷ്യൂ ലെവലുണ്ട്, ഓർഗൻ ലെവലുണ്ട്, ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗാനിസം. ഇങ്ങനെയാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവൽ ആറ്റം കൂടി ചേർന്ന് എന്തായി, മോളിക്യൂൾസ് ആയി. അപ്പം ആ ഒരു പ്രോസസ്സ് എന്താണ്, കെമിക്കൽ ലെവലാണ് അല്ലേ. ആറ്റം കൂടി ചേർന്ന് മോളിക്യൂൾസ് ആയി. മോളിക്യൂൾസ് കമ്പൈൻ ടു ഫോം സെൽ അല്ലേ. മോളിക്യൂൾസ് കൂടി ചേർന്ന് എന്തായി, സെല്ലായി. സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ആയി. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് വർക്ക് ടുഗദർ ടു പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ ഈസ് കോൾഡ് ആസ് ടിഷ്യൂ. സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ആയി. ഇനി ടിഷ്യൂ കൂടി ചേർന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കൂടി ചേർന്ന് എന്തായി, ഓർഗനായി. ഓർഗൻ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റമായി. ഓർഗൻ സിസ്റ്റം ദെൻ ഓർഗനിസമായി.
അപ്പോൾ ആറ്റം കൂടിച്ചേർന്ന മോളിക്യൂൾസ് ഏതൊക്കെ ലെവലുകളാണ്? 5-6 ലെവൽസ് ഉണ്ട്. കെമിക്കൽ ലെവൽ, സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ദെൻ ഓർഗാനിസം അല്ലേ. ഇങ്ങനെയാണ് എന്ത് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി ലെവലുകൾ വരുന്നത് കേട്ടോ. എങ്ങനെയാണ് ഹൗ ടു ഫോം എ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഹൗ ടു ഗ്രോ എ ഹ്യൂമൻ ബോഡി എന്നുള്ളതാണിത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്, 10-11 സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ സിസ്റ്റവും സെപ്പറേറ്റ് എടുക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്. ബൈ ബൈ.